നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഫിക്സ് ചെയ്യണം. വിശ്വാസത്തെ ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. ചുമ്മാ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ചുമ്മാ നമ്മള് പറയുന്ന പോലെ കർത്താവ് പോലും പറയുന്നത് കർത്താവേ 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 എന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ആ വിളിക്കുന്ന കർത്താവ് മരണത്തെ ജയിച്ചവനാണെന്ന് നീ വിശ്വസിക്കണം. ആ കർത്താവ് തന്റെ കുരിശുമരണത്തിലൂടെ നമ്മുടെ ആത്മരക്ഷ നമുക്ക് നേടി തന്നു എന്ന് വിശ്വസിക്കണം. അവനോടുകൂടി മരിക്കുന്നവൻ അവനോടുകൂടി ഉത്ഥാനം ചെയ്യുന്നു വിശ്വസിക്കണം. അവന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്നും വിശ്വസിക്കണം. അപ്പൊ യേശു വിശ്വസിക്കുന്ന പറയുമ്പോ യേശു ക്രിസ്തുവിന്റെ പൂർത്തിയായതെല്ലാം വിശ്വസിക്കണം. പറയല്ലോ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ. എന്താണ് ചിലവര് എണ്ണത്തിലാണ് കണക്കിരിക്കുന്നത്. 33 വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട് അച്ഛൻ. അതുകൊണ്ട് അത് 33 ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന പറഞ്ഞു. ഗുളി കഴിക്കുന്ന പോലെ ആന്റിബയോട്ടിക്കാ കഴിച്ചോണ്ടിരിക്കുന്നത്. അവസാനം ചോദിക്കാം, നമ്മൾ ചോദിക്കാം, ചേച്ചി നിത്യജീവനിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്തോ അല്ല, ഞാൻ പിന്നെ എന്തിനാ 33 വിശ്വാസമാണ് ചൊല്ലിയത്? അത് മകന് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓ, അതിന് വേണ്ടിയിട്ടായിരുന്നു. മകളുടെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് 33 വിശ്വാസമാണ് ചൊല്ലിയത്. എന്റെ പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഈ ചൊല്ലിക്കൊണ്ടിരുന്ന. ഞാൻ നിത്യജീവനിൽ വിശ്വസിക്കുന്നു, കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും ഇപ്പോഴത്തെ അറിയാതെ കിട്ടിയിട്ടില്ല. വിശ്വാസപ്രമാണമൊക്കെ എണ്ണം മുറിയാതെ ഇടമുറിയാതെ ചിലര് ഇങ്ങനെ വചനം എഴുതിക്കൊണ്ടേയിരിക്കും. 1000 വചനം എഴുതുന്ന എതിരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വചനം എഴുതണം. അങ്ങനെയെങ്കിലും ഒരു വചനം പഠിക്കട്ടെ. അങ്ങനെയെങ്കിലും നിവൃത്തികേടും കൊണ്ടെങ്കിലും ചിലർ വചനം പഠിക്കുന്നുണ്ട്. 1000 പ്രാവശ്യം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വചനം നിങ്ങൾ പഠിക്കും. അങ്ങനെയെങ്കിലും ഒരു വചനം പഠിക്കട്ടെ. പക്ഷെ വചനത്തിൽ ഒരു ആത്മാവുണ്ട്, വചനത്തിൽ ഒരു ജീവനുണ്ട്. അതിൽ വിശ്വസിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനത്തിന് ഒരു ആത്മാവുണ്ട്, വചനത്തിൽ ഒരു ജീവനുണ്ട്. 6:63 പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഇത് വിശ്വസിക്കണം. അപ്പോഴാണ് ആ വചനം നമ്മളിൽ അത്ഭുതം ചെയ്യാൻ സംഭവിക്കുന്നത്. ഈ വചനത്തിലുള്ള ആത്മാവും ജീവനും അത് വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ, തളർന്നു പോയാൽ എഴുന്നേക്കാൻ തുടങ്ങും. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തുടങ്ങും. മനസ്സ് മുറിഞ്ഞും ഇന്നലകളുടെ മുറിവിലും ദുരനുഭവങ്ങളിലൊക്കെ ജീവിതം ഇങ്ങനെ തടയപ്പെട്ടു പോയ, അടയ്ക്കപ്പെട്ടു പോയ ജീവിതങ്ങൾ കല്ലറയ്ക്കുള്ളിൽ നിന്നും വൈകാരിക മനുഷ്യനേറ്റ മുറിവിൽ നിന്നും പുറത്തു വരാൻ തുടങ്ങും. സ്വാതന്ത്ര്യത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞുപോയ ജീവിതങ്ങള് ക്ഷമിക്കാൻ പറ്റും. ഇതൊക്കെ ഈ കർത്താവിലുള്ള വിശ്വാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, ബുദ്ധിയിൽ സംഭവിക്കുന്നതല്ല. പൗലോസ് പറഞ്ഞു കാഴ്ചയിലല്ല, വിശ്വാസത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഒരു ക്രിസ്ത്യാനി നടക്കുന്നത് വിശ്വാസത്തിലാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയാണ്. അവന്റെ വിശ്വാസം മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് പറയാണ്. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. വാഗ്ദാനം ചെയ്ത ദൈവമാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നത് കാണാൻ ദൈവം നിന്നെ ഇടവരുത്തും. അതുകൊണ്ടാണ് വചനം വിശ്വസിക്കുകയും വചനം ഏറ്റുപറയുകയും വചനം അയച്ചും കർത്താവ് ചിലരെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അത് കർത്താവ് പറഞ്ഞു, രാജസേവന്റെ കുഴപ്പമില്ല, നീ പൊക്കോ, നിന്റെ വിശ്വാസം രക്ഷ. പോയി ചെന്ന് നോക്കിയപ്പോ താണ്ടേ അവിടെ അത്ഭുതം നടന്നേക്കും. നമ്മൾ ഈ കേൾക്കുന്ന വചനം നമുക്ക് ഇവിടെ ഇരുന്ന്, അതുകൊണ്ടാണ് നമുക്ക് വചനം അതൊരു ഒരു അത്ഭുത പ്രവൃത്തി. നമുക്ക് ചില ഇടങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് നമുക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല. നമ്മുടെ കുടുംബത്തിൽ ചില മക്കളുടെ മുറി പോലും നമുക്ക് കയറാൻ അല്ലേ. നിങ്ങൾ മക്കളില്ലാത്ത സമയത്ത് അവരുടെ മുറിയിൽ പോയിട്ട് അതും ഇതൊക്കെ ഒന്ന് വിരകി നോക്കി എന്ന് ഇറങ്ങി വാ, നിങ്ങളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും ചില പിള്ളേര്. ആരും പറഞ്ഞിട്ട് എന്നെ മുറിക്കരുത്, ആരോട് ചോദിച്ചിട്ട് എന്നെ മുറിക്കരുത്, ആരോട് ചോദിച്ചിട്ട് എന്റെ മൊബൈൽ എടുത്തേ അല്ലേ, കേട്ടോ? എനിക്ക് പയ്യെ കേട്ടോളൂ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോ കർത്താവ് വാഗ്ദാനം ചെയ്തതെല്ലാം നമ്മൾ വിശ്വസിക്കണം. വചനത്തിൽ പറഞ്ഞതെല്ലാം നമ്മൾ വിശ്വസിക്കണം. ദൈവം പറഞ്ഞ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലെല്ലാം വിശ്വസിക്കണം. ഈശോ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു, യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധ ഒരു സഹായകനെ വാഗ്ദാനം ചെയ്തു.
പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹായകനെ കിട്ടും. ഈശോയുടെ വേർപാടിന് ശേഷം പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരെ ചേർത്ത് പിടിച്ചിട്ട് ഈ വാഗ്ദാനത്തിന് വേണ്ടി കത്തിരുന്നു പ്രാർത്ഥിച്ചു. പെന്തക്കോസ്താ ദിനത്തിൽ ആ വാഗ്ദാനം പൂർത്തിയായി. ഹല്ലേലൂയ. അതുകൊണ്ട് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട വലിയ അത്ഭുതങ്ങളുടെ വാഗ്ദത്തങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ അവകാശമാണ്. അതെല്ലാം വിശ്വാസത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, നമ്മൾ ഇതിലേക്ക് തിരിച്ചു ഒരു 3 മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ 5-ാമത്തെ വചനം പിൻ ചെയ്യുമ്പോൾ പറയുന്നിങ്ങനെ, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മേലുള്ള ക്ഷതങ്ങൾ, അവനേറ്റ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം നൽകി. എന്ന് പറഞ്ഞാൽ അവന്റെ അടിപ്പിണറിലാണ്, അവന്റെ മുറിവിലാണ് നമ്മുടെ സൗഖ്യം ഇരിക്കുന്നത്. 1 പത്രോസ് 2:24 പത്രോസിൽ കൂടി ചേർക്കുന്ന അവന്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ട്. ജ്ഞാനം 16:12 പറയുന്ന മരുന്നോ ലേപനൌഷധമല്ല, അവിടുത്തെ വചനമാണ് എല്ലാവരും സുഖപ്പെടുത്തുന്നത്. പുറപ്പാട് 15:26 പറയുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇത് നമ്മൾ ചുമ്മാ ഈ കർത്താവ് നമുക്ക് ഒരുക്കുന്ന സൗഖ്യം നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. എല്ലാ രോഗവും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, എല്ലാ രോഗവും ദൈവം അനുവദിക്കുന്നതല്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ദൈവം അനുവദിക്കുന്നല്ല. എല്ലാ രോഗവും ദൈവം അനുവദിക്കുന്നല്ല. രോഗത്തിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാരണം മാത്രമാണ് നമ്മുടെ ഉപരി നന്മയ്ക്കും വിശുദ്ധീകരണത്തിനും വേണ്ടി ദൈവം തരുന്ന രോഗങ്ങൾ. ബാക്കി പാപം മൂലം ഒരു രോഗിയാകാം. 107-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, പാപമാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു, അവരുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. പാപം മൂലം ഒരാൾക്ക് രോഗിയാകും. അതുകൊണ്ടാണ് 38 വർഷം ബത്സേദ കുളക്കടവിൽ കടന്നവനെ സുഖപ്പെടുത്തി വിട്ടിട്ട് പിന്നീട് ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മോനെ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പൊ പാപത്തിന് ശരീരത്തെ തളർത്തിക്കളയാൻ ശക്തിയുണ്ട്. ശരീരത്തിൽ ചെയ്യുന്ന പാപം ശരീരത്തെ രോഗാതുരമാക്കി പിൽക്കാലങ്ങളിൽ മാറ്റും. അപ്പൊ പാപം മൂലം ഒരാൾക്ക് രോഗിയാണ്. പിന്നെ രണ്ടാമത്തത്, മനസ്സിനേറ്റ മുറിവ് മൂലം, സൗഖ്യം കിട്ടാത്ത മുറിവേറ്റ ഓർമ്മകൾ മൂലം ഒരാൾക്ക് രോഗിയാകാം. എത്രയോ പേരാണ് ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത്. സൗഖ്യം കിട്ടാത്ത മനസ്സിന്റെ ചില അവസ്ഥകളുടെ നടുവിൽ അനേകം നാളുകൾ ക്ഷമിക്കാതെ ജീവിതം തള്ളി നീക്കി, അതുമൂലം ശരീര രോഗാതുരമായി മാറി. ചില ക്യാൻസറുകളുടെ പിന്നിൽ പോലും ക്ഷമിക്കാത്ത, എല്ലാം എന്നല്ല, തെറ്റിദ്ധരിക്കരുത്, ചില. ഇനി വചനം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, പൈശാചിക ശക്തികളുടെ സ്വാധീനം മൂലം, തിന്മയുടെ സ്വാധീനം മൂലം ഒരാൾക്ക് രോഗിയാകാം. കൊണ്ടല്ലേ ചിലർ അച്ഛാ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുവച്ചാ എല്ലാ ചെക്കപ്പും നടത്തി, ഡോക്ടർ പറയുന്ന ഒരു കുഴപ്പമില്ലെന്നാണ്, പക്ഷെ കൊച്ചിന് രോഗമുണ്ട്, അവൾക്ക് രോഗമുണ്ട്. ഇപ്പൊ എന്നാ ചെയ്യും? രോഗ കാരണം ഒന്നും കണ്ടുപിടിക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് ഫിസിക്കലി രോഗമൊന്നും ഇല്ലതാണ്, സ്കാനിങ്ങിൽ ഇതിലൊന്നും രോഗമില്ല, പക്ഷെ അവൾ രോഗിയാണ് താൻ. എപ്പോഴും രോഗമാണ്, എപ്പോഴും തലവേദനയാണ്, എപ്പോഴും മൈഗ്രെയിനാണ്, എപ്പോഴും ഉദരസംബന്ധമായ പ്രശ്നമാണ്. 18 വർഷം ഊനിപ്പോയ അറിവുള്ള കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. കർത്താവ് അവളെ നോക്കി, അവളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അരൂപിയെ, തിന്മയെ കണ്ടിട്ട് ആ തിന്മയെ ശാസിച്ചു. അതിനെ പറയാമെന്നറിയാം, തക്ഷണം അവൾ നിവർന്നു നിന്നു. 18 വർഷക്കാലം കൂനി നിന്നവൾ, അവളിൽ ഒരു തിന്മ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന് ഡെലിവറൻസ് കിട്ടിയപ്പോൾ അവൾ എഴുന്നേറ്റുന്നു, സൗഖ്യം പ്രാപിച്ചു. എന്ന് പറയുന്ന പോലെ ഈ ദിവസങ്ങളിൽ പാപത്തിന്റെ സ്വാധീനം വന്ന രോഗമാണെങ്കിൽ പാപത്തിന്റെ കെട്ടഴിയുമ്പോൾ സൗഖ്യം കിട്ടും. വൈകാരിക മനുഷ്യന് മുറിവേറ്റത് മൂലം കൊണ്ടു നടക്കുന്ന രോഗമാണെങ്കിൽ സൗഖ്യം കിട്ടുമ്പോൾ, വൈകാരിക മനുഷ്യന് സൗഖ്യം കിട്ടുമ്പോൾ ശരീരത്തിന്റെ സൗഖ്യം കിട്ടും. തിന്മയുടെ സ്വാധീനം മൂലം അനുഭവിക്കുന്ന രോഗങ്ങളാണെങ്കിൽ പാരമ്പര്യ രോഗത്തിന്റെ കെട്ടുകൾ പോലും കർത്താവിന് അഴിക്കാൻ പറ്റും. അബ്രഹാം വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ചു മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. ഇതൊക്കെ പറഞ്ഞെന്തിനാണെന്നറിയോ? അബ്രഹാത്തിന് വേണ്ടി മാത്രമല്ല, ഇതൊക്കെ നമുക്ക് കൂടി വേണ്ടിയാണ്. അബ്രഹാത്തിന് വേണ്ടി മാത്രമല്ല, അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാം കണ്ടു. അടുത്ത വസന്തകാലത്ത് വന്നപ്പോ ഈ പറയുന്ന 100 വയസ്സുള്ള അബ്രഹാത്തിന് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകിയെന്ന്. ആ അബ്രഹാത്തിന്റെ മക്കളാ നമ്മള്, മണൽത്തരികൾ പോലെ, അല്ലേ? അയ്യോ, കോടാനുകോടി മക്കളാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാത്തിന്റെ സന്തതികളാണ് നമ്മള്. ആ വാഗ്ദത്തത്തിന്റെ മക്കളാണ് നമ്മൾ, ജാരസന്തതികളല്ല. പിന്നെയോ വാഗ്ദാനത്തിന്റെ മക്കളാണ്, വാഗ്ദത്തത്തിന്റെ ജനതയാണ് നമ്മൾ.
തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, പുരോഹിത ജനമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനതയാണ് നമ്മൾ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് നേടിത്തന്നതെല്ലാം, സൗജന്യമാക്കിയതെല്ലാം നമ്മൾ ഇന്ന് സൗജന്യമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്.